ഹലോ. അപ്പം നഴ്സിങ്ങിന് വരുമ്പോഴേക്കും എന്തൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് വാങ്ങിച്ചു വെക്കണമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വിട്ടുപോയ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാർക്കർ പെൻ. മാർക്കർ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതേപോലെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട്, അങ്ങനെയൊക്കെ എഴുതാനായിട്ട് നമുക്ക് സ്കെച്ച് കൂടാതെ തന്നെ നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ് മാർക്കർ. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്ലാക്ക് മാർക്കർ, അതേപോലെ ബ്ലൂ, ഡാർക്ക് ബ്ലൂവോ, അതേപോലെ വയലറ്റ്, റെഡ്, ഗ്രീൻ, അങ്ങനെ കുറച്ച് കളേഴ്സ് മാർക്കർ നമുക്ക് വാങ്ങിച്ച് വെക്കാം. അപ്പോഴേക്ക് പിന്നെ എന്താ കിടന്ന് ഓടേണ്ടി വരത്തില്ല. മാർക്കർ ഇല്ലയെന്നും പറഞ്ഞാൽ അപ്പോഴേക്ക് എന്ത് ചെയ്യുക, മാർക്കർ കുറച്ച് ഒന്നെങ്കിൽ ഒരു സെറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും, അങ്ങനെയോ വാങ്ങിച്ച് വയ്ക്കാം. വേണ്ടുന്ന ഒന്നാണ് ഫയൽ. നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ഫയൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ നമുക്ക് ഫയൽ വാങ്ങിച്ച് വയ്ക്കണം. അതേപോലെ തന്നെ സ്റ്റിക്ക് ഫയൽ. ഇപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സ്റ്റിക്ക് ഫയലിനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പം സ്റ്റിക്ക് ഫയലും, അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ക്ലിനിക്സിൽ എഴുതിയ റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്യാനായിട്ട് സാധനം നമ്മൾ ടോയ്ലറ്റ് കെട്ടുന്ന ഫയലുണ്ട്, ആ ഫയലും വാങ്ങിച്ച് വയ്ക്കാം. പിന്നെ ക്ലിനിക്സിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്കൻഡ് സൂചിയുള്ള വാച്ച്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് വാച്ചും ഒക്കെ ആയിരിക്കും. നമുക്ക് ക്ലിനിക്സിൽ അത് പറ്റത്തില്ല. നമുക്കിപ്പോൾ പൾസ് നോക്കാനും ഒക്കെ നമുക്ക് സെക്കൻഡ് സൂചിയുള്ള വാച്ച് തന്നെ വേണം. അപ്പോൾ ഒരു സെക്കൻഡ് സൂചിയുള്ള വാച്ച് ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സൂചിയുള്ള ഒരു വാച്ച് വാങ്ങിച്ച് വയ്ക്കാം. പ്രധാനമായിട്ട് പറയാനുള്ള, ഇപ്പം ഞാൻ 7th സെമ്മായി, അപ്പോഴേക്കും നമുക്കുള്ള സബ്ജക്റ്റാണ് റിസർച്ച്. ഈ റിസർച്ച് എന്ന് പറയുന്നതേ ഫുള്ള് പ്രിൻ്റ് ഔട്ട് എടുപ്പാണ്. അപ്പോഴേക്ക് നമ്മൾ ആദ്യമേ വിചാരിക്കും നമുക്ക് ആദ്യം തൊട്ട് ഇഷ്ടം പോലെ കോപ്പി എടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുക, ഒരു പ്രിൻ്റർ വാങ്ങിച്ച് വെക്കുക. അപ്പോഴേക്ക് നമുക്ക് എന്ത് ഇങ്ങനെ വെറുതെ പൈസ എടുത്ത് ചിലവാക്കേണ്ടി വരത്തില്ല. പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് അതിൻ്റെ ഇങ്ക് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പം ഒരു കുറച്ച് പേര് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൂടെ പൈസ ഇട്ട് ഒരു പ്രിൻ്റർ വാങ്ങിച്ച് വെച്ചാൽ അത്രയും നല്ലത്. കാരണം ഈ റിസർച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല. കാരണം ഫുള്ള് പ്രിൻ്റ് ഔട്ടാണ്. അപ്പോഴേക്ക് നമ്മൾ ലാസ്റ്റ് ഇയർ മാത്രമല്ല, അതിന് മുമ്പ് നമുക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കേണ്ടി വരും. പ്രധാനമായിട്ട് നമ്മൾ ഈ 7th സെം ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ഔട്ട് എടുത്ത് മുടിയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു പ്രിൻ്റർ വാങ്ങിച്ചിരിക്കുന്നത് എന്നും കൊണ്ട് നല്ലതായിരിക്കും. പിന്നെ ഗമ്മ്, നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ, ഇപ്പോൾ ഫ്ലാഷ് കാർഡിലൊക്കെ എന്ത് ചെയ്യുക, പിക്ചറൊക്കെ ഒട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വലിയ ബോട്ടിൽ ഫെവിക്കോളോ ഗമ്മൊക്കെ എന്ത് ചെയ്യുക വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ ചെറിയ കുപ്പിയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. വെച്ചൊരു വലിയ കുപ്പി വാങ്ങിച്ച് വെച്ചാൽ അത്രയും നല്ലത്. പിന്നെ വേറൊരു കാര്യമാണ് റൈറ്റിംഗ് ബോർഡ്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ച് വെക്കാഞ്ഞത്. കാരണം റൈറ്റിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റൊക്കെ എഴുതാൻ എളുപ്പമായിരിക്കും. അതേപോലെ ക്ലിനിക്കൽ എക്സാം വരും. അപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ റൈറ്റിംഗ് ബോർഡ് വെച്ചായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഒരു റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ ക്ലിനിക്കൽ ഫയലും അതേപോലെ തന്നെ എന്താണ് റെക്കോർഡും ഒക്കെ പൊതിയേണ്ടി വരും. ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയേണ്ടി വരും. അപ്പോഴേക്ക് ഒരു ബ്രൗൺ പേപ്പറിൻ്റെ റോള് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.